മോനെ വിശക്കണം എന്ന് പറഞ്ഞ് ബഹളം. പിന്നെ ഫുഡൊക്കെ ആയി കണ്ട, നല്ല അടിപൊളി തങ്കക്കുടം പോലത്തെ ഒരു നെയ്ച്ചോറാണ് മക്കളെ നമ്മുടെ. എൻ്റെ നെയ്ച്ചോറ് എനിക്ക് ആകെ ഇഷ്ടമല്ല അല്ലേ, എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കണോണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇന്ന് നല്ലതാണ് തോന്നണം. എനിക്ക് ആ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മറ്റേ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാത്ത. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മൊത്തം പറയും ഇഷ്ടപ്പെട്ടില്ല. ഓവർ പുണ്യാരിക്കേണ്ട കാര്യം എന്തിരിക്കണം. പിന്നെ നമ്മളിന്ന് ചിക്കൻ റോസ്റ്റ് ആണ് ഗൈസ്. നമ്മൾ ചിക്കൻ കറി വെച്ചാൽ ചോദിച്ചപ്പോൾ ലേമ്പറിനെ എന്താ അതിൽ വല്ല വെള്ളം കോടം വെള്ളം വീഴാ മഴ പെയ്താന്നൊക്കെ. പക്ഷെ ഗൈസ് ഇത് നല്ല ചിക്കൻ കറിയാണ് കേട്ടോ. ഇതൊരിക്കും ആ കാച്ചുക്കും വേണ്ടിയാണ് നമ്മൾ ഈ കുറേ കറി ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ പരിപ്പ് തേങ്ങ അച്ചാർ അടിപൊളിയാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഡയറ്റ് ഒന്നും ഞാൻ ഇപ്പം ചെയ്യാറില്ല, എന്തായാലും ഈ വർഷം തീരാനായി, ഇതങ്ങോട്ട് തീരട്ടേലേ ഇടും. അടുത്ത വർഷം മുതൽ പുതിയ തുടക്കം, പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ ഡയറ്റ് തുടങ്ങാം അല്ലേ ചുക്കളി? 1-ാം തീയതി 1-ാം തീയതി പറ്റില്ല, 1-ാം തീയതി ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും. 1-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ദിവസവും മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും. അപ്പം എല്ലാവരും അടിപൊളി റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി, നമ്മളെ സറൗണ്ട് നമ്മളെ ചുറ്റുമുള്ള നെഗറ്റീവ് വൈബൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഹാപ്പി ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ചുറ്റുമുള്ളവർ നെഗറ്റീവ് ആയിരുന്നോട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ആയിരിക്കും. ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പറയണെന്താ അറിയോ, എനിക്കും ഫുള്ള് നെഗറ്റീവുള്ള ഒരു എന്താ പറയുക ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തണമെന്ന് തിരിച്ചറിഞ്ഞത് ഏത് മൊമെൻറ്റിലാണോ അന്ന് മുതൽ ഞാൻ ഹാപ്പി ആവാൻ തുടങ്ങിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. എൻ്റെ സന്തോഷം അവർ തന്നെ, എനിക്ക് ഇവർ തന്നെ, എൻ്റെ കൂടെ ഉള്ളവരും ആരും തരില്ല. അങ്ങനെ നോക്കിയിരുന്ന് നമുക്ക് എന്നും സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ. അവനവൻ്റെ സന്തോഷം അവനവൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.